ഇന്ന് നമ്മൾ നാലമ്പലം പോവുകയാണ് ഗൈസ്. ടാറ്റാ. ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ടുള്ള നാലമ്പല ദർശനം. രാമായണ പാരായണമൊക്കെ 7 ദിവസങ്ങളായിട്ട് നമ്മുടെ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ നിന്ന് നമ്മൾ നാലമ്പല ദർശനത്തിനാണ് പോണത്. ഇപ്രാവശ്യം നമ്മുടെ ഈ അമ്പലത്തിലത്തെ ആൾക്കാരുടെ ഒപ്പമാണ് നമ്മളും നാലമ്പലത്തിൽ പോണത് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും അവിടെ ചെന്നപ്പോൾ തന്നെ റെഡി ആയിരിക്കുന്നുണ്ട്. ഞങ്ങൾ വൈകിട്ടാണ് നാലമ്പല ദർശനം നടത്തണത്. നമ്മളെ യാത്ര തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴേക്കും തീറ്റ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് വെച്ച് ശാരദയുടെ സ്പെഷ്യൽ പ്രസാദം. എന്റെ പ്രസാദമല്ല, രാധാദേവിയുടെ സ്പെഷ്യൽ. രാധാദേവി ചേച്ചിക്ക് എല്ലാവരും ഒരു താങ്ക്സ് പറയേണ്ടതാണ്. മധുരം കഴിച്ച് യാത്ര തുടങ്ങാൻ നമുക്ക്. കിട്ടിയില്ലേ? കിട്ടിയാ? കുറച്ച് എല്ലാവരും കയ്യില്ലേ? ഇത് നമ്മുടെ ശബരിമലയിലെ പോണോ? എന്നിട്ട് അപ്പല്ലേ അരിയുണ്ട. വെരി ഗുഡ് അരിയുണ്ട ശാന്തി. അല്ല ചേച്ചി അങ്ങനെ നമ്മുടെ നാലമ്പലത്തിൻ്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. ദൈവം സഹായിച്ച് ഇതുവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വെയിലുമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടി തൊഴാൻ കയറാണ്. എല്ലായിടത്തും രാമനാമം മാത്രം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് മുമ്പ്, ഉച്ചപൂജയ്ക്ക് മുമ്പാണ് നാലമ്പല ദർശനം നടത്തേണ്ടതെന്നാണ് കുറേ ആൾക്കാർ പറയണത്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഇപ്പം കാലത്ത് തന്നെ നമ്മൾക്ക് രാവിലെ തന്നെ എണീറ്റ് നാലമ്പല ദർശനത്തിനാണെങ്കിൽ ഇപ്പം നല്ല ക്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂ ഒക്കെ നിന്ന് കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് എല്ലാ അമ്പലത്തിലും ദർശനം നടത്തി എത്താൻ പറ്റാത്ത കുറേ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ആരോഗ്യസ്ഥിതിയും സമയവും യാത്രാ സൗകര്യമൊക്കെ അനുസരിച്ച് അതൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സൗകര്യത്തിനും അനുസരിച്ച് നമുക്ക് ഉച്ചയ്ക്കാണെങ്കിൽ നല്ല തിരക്ക് കുറവാണ് കേട്ടോ. നമുക്ക് സുഖമായിട്ട് തൊഴുതു പോരാം. ഇപ്പോൾ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ അമ്പലത്തിലും തൊഴണം എന്നാണ് പറയണത്. പക്ഷേ അത് മാത്രമല്ല, ഇപ്പോൾ അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ ഈ 4 പേരെ ഒന്ന് പോയി കാണുക. അത് തന്നെയാണ്, അത് നമ്മുടെ മനസ്സോടും ഭക്തിയോടും കൂടി ചെയ്താൽ മാത്രം മതി. അതിപ്പോൾ ഉച്ചപൂജയ്ക്ക് മുമ്പ് എല്ലായിടത്തും ഓടിപ്പടച്ച് എത്തണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സമയവും നമ്മുടെ എന്താ പറയുക ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ച് അതൊക്കെ മാറ്റം വരുത്താം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ സ്ഥലം നമ്മുടെ തൃപ്രയാറപ്പനാണല്ലോ. അപ്പോൾ അതേ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ യാത്ര പുറപ്പെട്ട കാരണം വേഗം തന്നെ അതെന്തോ എളുപ്പ വഴി കൂടെയാണ് എത്തിയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ തൃപ്രയാർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3:30 ആയിപ്പോൾ എത്തിയെന്ന് തോന്നുന്നു. 4:30 കഴിഞ്ഞിട്ടാണ് അവിടെ അമ്പലം തുറന്നത്. അപ്പോൾ ഞങ്ങൾ 4:30 വരെ വെയിറ്റ് ചെയ്യേണ്ട വന്നു. അങ്ങനെ 1 മണിക്കൂർ സമയം അവിടെ കുറേ ആൾക്കാർ ക്യൂവിലാണ്. നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഹനുമാൻ്റെ ഒരു ഇത് കണ്ട, അത് ചന്ദനത്തിലുള്ളതാണോ ആവോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ സദാശിവൻ ചേട്ടൻ ഇതാണ് ഞങ്ങളുടെ കരയോഗം പ്രസിഡൻറ്റ്. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തു, ആരെങ്കിലും ചോദിച്ചാൽ ദേവസ്വം പ്രസിഡൻറ്റ് പറഞ്ഞിട്ടാണെന്നോ പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് ആൾ പറഞ്ഞേക്കണത്. അപ്പോൾ എല്ലാവരും ക്യൂവിലായതുകൊണ്ട് നമ്മുടെ അമ്പലത്തിന് മുമ്പിലൊക്കെ നിന്ന് നന്നായി ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പുഴ കണ്ടില്ലേ, പുഴയുടെ ഗേറ്റൊക്കെ അടച്ചിട്ടേക്കുക, അല്ലെങ്കിൽ ആ പുഴയുടെ സൈഡിലൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അമ്പലം തുറന്നിട്ടുണ്ട്. അമ്പലം ഞങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിലൊരു ക്യൂ ആയിരുന്നു കേട്ടോ.
അപ്പം നമുക്ക് വേഗം ചാടിക്കേറിപ്പോയി തൊഴാം. അങ്ങനെ ശ്രീരാമസ്വാമീനെയൊക്കെ നന്നായി തൊഴുതിറങ്ങി. അങ്ങനെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം വേഗം പോകാനും പറയാറില്ല കേട്ടോ. നമുക്ക് സുഖമായി നിന്ന് തൊഴുത് സമാധാനത്തോടെ പുറത്തിറങ്ങാം. അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമ്മുടെ ഗോശാല കൃഷ്ണനുണ്ട്. അവിടെ പോയി തൊഴാൻ മറക്കരുത് കേട്ടോ. അവിടുത്തെ പ്രധാന വഴിപാടാണ് തൃക്കൈവെണ്ണ. എനിക്കത് കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ വഴിപാട് കഴിച്ച് ഇനി നേരം വൈകിക്കണ്ടെന്ന് വിചാരിച്ച് കഴിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ തൊട്ടടുത്തത് അവിടെ എന്താ പറയുക, പള്ളിയോടം ഉണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമൊന്നുമില്ല, ക്ലിയർ ഒന്നായില്ല. നമ്മുടെ പുഴയുടെ തീരത്ത് പോകണ്ടേ ഇനി നമുക്ക് ആ പുഴയുടെ തീരത്ത് മീനൂട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, എന്ത് വലിയ മീനുകളാണ്. അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, എന്നാലും നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ. എത്ര വലുതാന്ന്. ഇത് ഇവര് വേറെ മീനാണല്ലോ. ഇത് പുഴയിൽ മീനുണ്ടാവും. മുതലാണ് പാത്രം എടുപ്പിക്കും. ഇത് ഇത്രയുണ്ട്, നമ്മളിനെ പിടിക്കാൻ പറ്റാത്തോണ്ട് അതല്ലെങ്കിൽ കൊന്ന് കാണട്ടെ. അത് മൈ ഡിയർ വരൂ. തൃപ്രയാറത്തെ പ്രധാന വഴിപാട് തന്നെയാണ് കേട്ടോ ഈ മീനൂട്ടും വെടിവഴിപാടും. അതുമാതിരി തന്നെ നമ്മുടെ ഇവിടെ കൊടിയേറി ഉത്സവം ഇല്ല, അതിനാൽ കൊടിമരവും ഇവിടെ ഇല്ല. വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി വിളക്കും മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരാണ് ഇവിടുത്തെ പ്രധാനം. ഇവിടുത്തെ വിഗ്രഹം എന്ന് പറയുന്നത് 6 അടി ഉയരമുള്ള ചതുർബാഹു വിഗ്രഹമാണ്. ത്രിമൂർത്തി ചൈതന്യത്തോടെയാണ് കുടികൊള്ളണത്. അങ്ങനെ തൃപ്രയാറിങ്ങനെ തൊഴുത് കഴിയുമ്പോൾ അവിടെ പുസ്തകശാല. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യവും ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. രാമായണ പാരായണം ഉണ്ടാവും അവിടെ. ഇങ്ങനെ നമ്മുടെ പുസ്തകങ്ങളുടെ ഒരു സ്റ്റോളുണ്ടാവും കേട്ടോ. അങ്ങനെ പുസ്തകത്തിൻ്റെ ഇതിലൊന്നും നേരെ ചുറ്റിക്കറങ്ങാൻ നിന്നില്ല, വേഗം ഓടിയാലാണ് തിരക്കില്ലാതെ അടുത്ത അമ്പലത്തിൽ നമുക്ക് തൊഴാൻ പറ്റുള്ളൂ. അങ്ങനെ പുറത്തുള്ള ഹനുമാൻ സ്വാമീനെയും സുബ്രഹ്മണ്യം സ്വാമീനെയും ഒക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ നടക്കും തോറും അവിടെ ഇഷ്ടം പോലെ കടകളുണ്ട്. കൃഷ്ണൻ്റെ ഒക്കെ വിഗ്രഹം കണ്ടാൽ എങ്ങനെ നമ്മൾ നോക്കി നിന്ന് പോകില്ലേ. അങ്ങനെ കൃഷ്ണൻ്റെയും ഗണപതിയുടെയും ഒക്കെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈ വിഗ്രഹത്തിനൊക്കെ 2000 ചില്ലാൻ രൂപയുണ്ട്. നല്ല ഭംഗിയുണ്ട് പക്ഷെ കാണാൻ കേട്ടോ, നല്ല കൃഷ്ണന്മാർ. അങ്ങനെ ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി. ഇതേ വലിയ ആനയുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എത്ര രൂപയാവോ, വലിയ ആന വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനത്തെ കുറവ് വേണം, അതിന് മുമ്പിൽ നിന്നും ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടീം ഇറങ്ങുകയാണ്. ഇനി നമ്മുടെ അടുത്ത അമ്പലം നമ്മുടെ സ്വന്തം കൂടൽമാണിക്യ അമ്പലത്തിലേക്കാണ് പോയത്. ഞങ്ങളവിടെ എത്തിയപ്പോഴല്ലോ, അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഒറ്റ വണ്ടി പോലുമില്ല, ഞങ്ങളുടെ ആ ട്രാവലർ മാത്രം. അപ്പോൾ ദേ ഞങ്ങൾ വേഗം ഓടിപ്പോയി തൊഴുതിട്ട് വരാം. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല, സുഖമായിട്ട് തൊഴുതു പോരാം. ഈ കൂടൽമാണിക്യം എത്തുമ്പോഴല്ലോ നമ്മുടെ സ്വന്തം മാതിരിയുള്ള ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അങ്ങനെ കൂടൽമാണിക്യ അമ്പലത്തിൻ്റെ ഇപ്പോൾ കിടക്കണ ആ സ്ഥലത്ത് ചുമർ ചിത്രങ്ങളാണ് കേട്ടോ, നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്, തിരക്കൊന്നുമില്ലല്ലോ, അപ്പോൾ സുഖമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയണത് നമ്മുടെ താമരമാലയും ഒക്കെയാണല്ലോ. താമരമാല, വഴുതനങ്ങ നിവേദ്യം, വെടിവഴിപാട്, മീനൂട്ട്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ കേട്ടോ. ഇവിടെയും 6 അടി നീളമുള്ള ചതുർബാഹു വിഗ്രഹമാണ്. അപ്പോൾ ശ്രീരാമൻ്റെ പാദുകങ്ങൾ പൂജിച്ച് ബ്രഹ്മനിഷ്ഠയോടെ കഴിയണ ഭരതനായിട്ടാണ് ഇവിടുത്തെ സങ്കല്പം വരണത്. തിരുവഞ്ചിക്കുളത്ത് അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന കാലത്ത് ഒരു ആന അവിടെ നിന്ന് മതിച്ച്, ആനയുടെ പേര് കവളപ്പാറ കൊമ്പെന്നാണെന്ന് തോന്നുന്നുള്ളൂ എനിക്ക്, മതിച്ച് ഇവിടേക്ക് വന്നു. ഇവിടെ വന്ന് ഈ തീർത്ഥക്കുളത്തിൽ മുങ്ങിക്കിടുന്നു കുറച്ച് ദിവസമല്ല നേരം മുങ്ങിക്കിടന്നു. അപ്പോൾ 1-2 പേരൊക്കെ കൊന്നിട്ടാണ് വന്നത് പാപ്പ. അതിനെക്കുറിച്ച് ആ പാപ്പാമാരുടെ ഒരു ഐതിഹ്യം തന്നെയുണ്ട്. ഒരു പാട്ട് പാടുന്നുണ്ട്, അയ്യോ മൂപ്പരെ ചീട്ട് എടുത്തിട്ടുള്ള ഒരു സംഭവമാണത്. ആ ആനയുടെയാണ് ഈ
ചങ്ങല. ഇവിടെയും ഇപ്പൊ ആന മരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ ചങ്ങല കൊണ്ടുപോയിട്ടാണ് ആനയെ ബന്ധിക്കുക. തീരെ പറ്റാത്ത ആനകളേട്ടാ, അല്ലെങ്കിൽ അവരെ ചങ്ങല ബന്ധിക്കും. അപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ കഥയൊക്കെ കേട്ടുമല്ലോ, ചങ്ങലയുടെ രഹസ്യമൊക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ, കഥ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഇരിഞ്ഞാലക്കുട ഉത്സവം. മേടമാസത്തിലെ ഉത്തരനാളിൽ കൊടിയേറി 11 ദിവസം ഉത്സവവും, തുലാമാസത്തെ തിരുവോണം നാളിലുള്ള മുക്കുടി നിവേദ്യവും പിറ്റേ ദിവസത്തെ തൃപ്പുത്തരിയാണ് ഇവിടുത്തെ പ്രധാന വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ സംഗമേശ്വരനൊക്കെ തൊഴുതിറങ്ങിയിട്ടുണ്ട്. പിന്നെ അതേ ഫോട്ടോ സെഷനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ കൂടൽമാണിക്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര ആൾക്കാർ വന്നാലും തിരക്ക് അനുഭവപ്പെടില്ല. അത്ര വിശാലമായിട്ടുള്ള അമ്പലമാണ്. പിന്നെ നമ്മുടെ ഇത് കുലീബിനി തീർത്ഥം. ഇതെന്താ കുലീബിനി തീർത്ഥം എന്നറിയാം? കുലീബിനി മഹർഷി ഇവിടെ ഒരു യാഗം നടത്തി. യാഗം തീർന്നപ്പോൾ അത് ഗംഗാനദി ഒഴുകി വന്ന് ഇങ്ങനെ വെള്ളം നിറഞ്ഞു എന്നാണ് ഐതിഹ്യം വരണത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉത്സവത്തിനും ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി കുലീബിനി ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കണത്. പിന്നെ ഈ ക്ഷേത്രക്കുളം പ്രദക്ഷിണം പാപദോഷത്തിനുള്ള പരിഹാരമായിട്ടാണ് പറയണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രക്കുളം പ്രദക്ഷിണം വെച്ചിട്ടില്ല. വേഗം ക്ഷേത്രക്കുളം പ്രദക്ഷിണം വെക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ വേഗം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഞങ്ങളുടെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അവിടെ നമ്മുടെ ഫുഡിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഞങ്ങളും വേഗം ഓടിപ്പോട്ടെ, ഫോട്ടോ എടുത്ത് വേഗം ഓടിപ്പോട്ടെ കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഓടിപ്പോയി അങ്ങനെ ഇത് കഴിഞ്ഞു. വേഗം ഓടാം. നമ്മൾ രണ്ടുപേരും മാച്ച് ഉണ്ടല്ലേ, ഒരേപോലെ ഉണ്ട്. വേണ്ട പഴമൊഴിയത് ചായ. താങ്ക് യു. നല്ല ഭംഗി വേണം, അവളേന് സൗന്ദര്യം വേണം. അവിടെ അപ്പം വിതരണം ചെയ്യുന്നുണ്ട്. അവിടെ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്ത് നിന്ന് ചായയും പഴംപുഴുങ്ങി ഇതൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മോനും ചേട്ടൻ അപ്പുറത്തെ വണ്ടിയുടെ അവിടെ അപ്പാണ് കൊടുക്കണേന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി. ഇനി അടുത്ത നമ്മുടെ യാത്ര ലക്ഷ്മണസ്വാമീനെ കാണാനാണ്. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ലക്ഷ്മണസ്വാമിയുടെ അമ്പലം വരണത് തിരുമൂഴിക്കുളമാണ് കേട്ടോ. അത് നമ്മുടെ എറണാകുളം ജില്ലയിലായിപ്പോയി. ചാലക്കുടി പുഴയുടെ തീരത്ത് 6 അടി ഉയരമുള്ള ചതുർബാഹു വിഗ്രഹമാണ് ഇവിടെയും ഉള്ളത്. പാൽപ്പായസവും കദളിപ്പഴവുമാണ് വഴിപാട്. മേടമാസത്തെ തിരുവോണം ആറാട്ടായി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ ഉണ്ടാവാറ്. ഇവിടെ എത്തിയപ്പോഴും ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റി. അപ്പോൾ ഈ 4 അമ്പലത്തിലും ഞങ്ങൾക്ക് തിരക്കൂടാണ്ട് തൊഴാൻ പറ്റിയിട്ടാ. നന്നായിട്ട്. അതും നമ്മൾ തൃപ്രയാറ് നേരത്തെ ഫസ്റ്റ് തന്നെ തൊഴാൻ പറ്റിയ കാരണം എല്ലായിടത്തും നമ്മൾ തന്നെ ഫസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ലക്ഷ്മണസ്വാമീനെയൊക്കെ തൊഴുതിറങ്ങി അവിടെ പുറത്തുള്ള ഉപദേവതകളെയും ഒക്കെ തൊഴുതിട്ട് ഞങ്ങൾ ഇനി ഇറങ്ങാൻ കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ പായമ്മൽ. അപ്പോൾ അതിന് പോകാനുള്ള തിരക്കിലാണ്. നമ്മളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നേക്കണത്. എല്ലാവരെയും നിർത്തി ഒരു വീഡിയോയും ഫോട്ടോ എടുക്കാൻ നല്ല പാടാണ്. എല്ലാവരും ഓരോ സ്ഥലത്ത് ഓരോ സാധനങ്ങൾ മേടിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അതും പിന്നെ തൊഴാനുള്ള ഓട്ടവും ഒക്കെ ആയ കാരണം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ല പാടാണ്. കൂടൽമാണിക്യ അമ്പലത്തിൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ തൃപ്രയാർ അമ്പലത്തിൽ ഇഷ്ടം പോലെ സമയം ഉണ്ടായ കാരണം നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ നമ്മുടെ പായമ്മലാണ് വന്നേക്കണത്. അല്ല, മൂഴിക്കുളത്താണ് വന്നേക്കണത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിതേ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശരിക്കും കാണാൻ പറ്റുമോ? അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം, എല്ലാവരും നല്ല ഭംഗിയിലൊക്കെ എടുക്കണം കേട്ടോ. പിന്നെ നടക്കുമ്പോഴാണ് ഈ ചേട്ടൻ പഞ്ചാരവളയുണ്ടെന്ന് പറയണത്. അപ്പോൾ എനിക്ക് ഇനി ഈ പഞ്ചാരവള ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചേട്ടൻ കാണിച്ചൊന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പഞ്ചാരവള. അപ്പോൾ എല്ലാവരും നോക്കുമായിരുന്നു എന്താണ് ഈ പഞ്ചാരവള എന്ന്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാണ് പഞ്ചാരവള. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. പക്ഷെ 4 എണ്ണത്തിന് 50 രൂപ. കളറ് പോവില്ല എന്നൊക്കെ ആ ചേട്ടൻ വെറുതെ പറഞ്ഞതാണ്. അത് കണ്ടറിയാം കളറ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാ കടയിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങി. ഒരു സാധനം വാങ്ങിക്കില്ല, കയറി കാണും. അങ്ങനെ അവിടെ നിന്ന് പോകുന്നത് ഞങ്ങളിതേ അടുത്ത അമ്പലത്തിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ശത്രുഘ്നസ്വാമീനെ കാണാൻ പായമ്മലാണ് എത്തിയിരിക്കണത്. പായമ്മൽ അമ്പലം എന്ന് പറയണത് നമ്മുടെ ഈ 4 അമ്പലത്തിൽ വെച്ച് ഒരു ചെറിയ ക്ഷേത്രമാണ് കേട്ടോ. ശത്രുഘ്നസ്വാമിയുടെ വിഗ്രഹവും ചെറുതാണ്. ബാക്കിയുള്ള വിഗ്രഹങ്ങളൊക്കെ 6 അടി വലുപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശത്രുഘ്നസ്വാമിയുടെ വിഗ്രഹത്തിന് 5 അടിയാണ് ഉയരമുള്ള ചതുർബാഹു വിഗ്രഹമാണ് കേട്ടോ. ഇവിടെ സുദർശന പുഷ്പാഞ്ജലിയാണ് പ്രധാനം.
കുംഭമാസത്തിലെ പൂയത്തിൻ്റെ അന്ന് കൊടി കയറിയിട്ട് 5 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഉണ്ടാവാറ്. പിന്നെ ഇവിടെ ചെല്ലുമ്പോൾ കഴിക്കണ വഴിപാടാണ് കേട്ടോ ഈ സുദർശന ചക്രം എടുത്ത് വയ്ക്കൽ. നമ്മുടെ ദുരിതത്തിനും ദാരിദ്ര്യ ശമനത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ സുദർശന ചക്രം. 10 രൂപയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എടുത്തു വെച്ചോളൂ. അങ്ങനെ ഞങ്ങൾ അവിടെയും തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലൊരു കുളം കേട്ടോ. എല്ലായിടത്തും മീനൂട്ട് പ്രധാനമാണ്. അപ്പോൾ ആ കുളത്തിൻ്റെ അവിടെ ഒന്നും ഞങ്ങൾ പോയിട്ട് വരാമെന്ന് വെച്ചത്. ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കണ്ടിരുന്നില്ല കേട്ടോ. നല്ല വലിയ കുളം. പിന്നെ ഭയങ്കര മഴയൊക്കെ കാരണം ശരിക്കും എനിക്ക് പേടിയായി. എനിക്കാണെങ്കിൽ വെള്ളത്തിനോട് എന്തോ ഒരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേ ഇവിടെ മുകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ എടുത്തു, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇനി നമുക്ക് വേഗം പോവാം. എല്ലാവരും അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാ അമ്പലത്തിലും വഴിപാടല്ല, നമുക്ക് പ്രസാദമായിട്ട് അപ്പവും അരവണ പായസവും അവിൽ നിവേദ്യവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിലരൊക്കെ വാങ്ങിച്ചു, ഞാനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതേ ഒരു ഹനുമാൻ്റെ ഒരു പ്രതിഷ്ഠ എന്ന് പറയാൻ പറ്റില്ല, സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഗോപുരമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും തൊഴുത് പിന്നെ വേറെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തൊഴുത് ഞങ്ങളെല്ലാവരും ഇരിപ്പായി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും സുന്ദരികളായിട്ട് ബാക്കി പോയിരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. സെൽഫി എടുക്കാം. അത് വീഡിയോ എടുക്കട്ടെ. വരും. അങ്ങനെ നമ്മുടെ ഈ പ്രാവശ്യത്തെ 4 അമ്പല ദർശനം വളരെ ഗംഭീരമായിട്ട് പൂർത്തിയായിട്ടുണ്ട്. എല്ലാ അമ്പലത്തിലും നമുക്ക് തിരക്കില്ലാണ്ട് പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാനൊക്കെ പറ്റി. അപ്പോൾ നമ്മുടെ തൃശ്ശൂരുള്ള 4 അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ വച്ച് പൂജിച്ച വിഗ്രഹങ്ങളാണ് ഈ 4 വിഗ്രഹങ്ങളും. അതുകൂടാതെ ഗുരുവായൂർ അമ്പലത്തിലിരിക്കണ വിഗ്രഹം അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വിഗ്രഹം ദ്വാരക കടലെടുത്തപ്പോൾ ഒരുപാട് കാലം കടലിൽ കിടന്നു. പിന്നെ മീൻപിടുത്തക്കാർ ഈ വിഗ്രഹം കണ്ടെത്തുകയും അതിൽ വാക്കയിൽ കൈമൾ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ച് അയാൾ ഒരു പ്രശ്നം വയ്ക്കുന്ന ആളായിരുന്നു. അപ്പോൾ പ്രശ്നം വെച്ചിട്ട് അതിൽ ഈ വിഗ്രഹത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു പ്രാവ് ഉയർന്നു വന്നു. ആ പ്രാവ് പോയിരുന്ന സ്ഥലത്താണ് ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്നാണ് പറയണത്. അപ്പം അങ്ങനൊരു ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ 3/4 മണിക്കൂർ കൈകൊട്ടി ഞങ്ങൾ 8:45 തൊട്ട് 10. അപ്പൊ നമ്മുടെ സ്ഥലത്തിണ്ട് എല്ലാരും ഇറങ്ങാൻ പോവാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.